ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 200 ഗ്രാം ചെമ്മീൻ വെച്ചാണ് ഞാനിവിടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ കൂടെ ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ വിനെഗറും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ഒന്ന് ചൂടായി വന്നാൽ ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നന്നായി ഒന്ന് ചൂടായി വന്നാൽ ഞാനിതിലേക്ക് ചെമ്മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചായിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കൂടുതൽ മൊരിയിച്ച് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുക്കായി വന്നാൽ മതിയാവും. ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ചെമ്മീൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ എണ്ണയിൽ തന്നെ നമുക്കിതിലേക്കുള്ള മസാലയും റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയുടെ കൂടെ 1.5 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി നായി വന്നാൽ നമുക്കിതിലേക്ക് 3 മീഡിയം വലുപ്പത്തിലുള്ള സവാള കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കുകയാണ്. സവാള നമുക്കിവിടെ നല്ലപോലെ വഴറ്റിയെടുക്കണം. സവാള വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ കൂടെ ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികളെല്ലാം ചൂടാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഞാനിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ചേർത്തതിന് ശേഷം ഞാനിതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിനി നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലെ പുളിവെള്ളം വറ്റി നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണിത്. എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.